ആർട്ടിക്കിൾ അംഗങ്ങളായ എ ആൻഡ് ഇവ പരീക്ഷയ്ക്ക് കൂടുതൽ കറക്റ്റായ വിധത്തിൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് പരീക്ഷയ്ക്ക് ഈ ചോദ്യം വരുന്നത് ഒന്ന് മനസ്സിലാക്കാം. ഇവിടെ നോക്കുക, ഡാഷ് ഓറഞ്ച്, ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വന്നിരിക്കുന്നു. അതിനുശേഷം ഓറഞ്ച് എന്ന വാക്ക് തന്നിരിക്കുന്നു. ബ്രാക്കറ്റിൽ എയും ആനും കൊടുത്തിരിക്കുന്നു. ഇതിൽ നിന്ന് ഒന്നുകിൽ എ ചേർക്കണം, അല്ലെങ്കിൽ ആൻ ചേർക്കണം. എ ചേർക്കുന്നിടത്ത് ആൻ ചേർക്കാൻ പറ്റില്ല, ആൻ ചേർക്കുന്നിടത്ത് എയും ചേർക്കാൻ പറ്റില്ല. എന്നാൽ എയുടെയും ആനിന്റെയും അർത്ഥം ഒന്ന് എന്ന് ആണ്. ഇതാണ് ചോദ്യം. അപ്പൊ ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യണം. അവിടെ നമ്മളുടെ പരീക്ഷണം കഴിഞ്ഞു. ഇനി രണ്ടാമതായിട്ട് നമ്മൾ നോർമലി താഴ്ന്ന ക്ലാസ് മുതൽ പഠിച്ചു വന്ന രീതി അനുസരിച്ച് എപ്രകാരമാണ് ഇതിന് ഉത്തരം എഴുതാറുള്ളത് സാധാരണഗതിയിൽ എന്നുകൂടെ നോക്കാം. നമ്മൾ ഇംഗ്ലീഷിലെ വവൽ സൗണ്ട്, സ്വര ശബ്ദങ്ങൾ എ, ഇ, ഐ, ഓ, യു, ഒരു തട്ടുമുട്ടും ഒക്കെ കിട്ടുമ്പോൾ നിലവിളിക്കുന്ന ശബ്ദങ്ങളില്ലേ, അതിലൊരെണ്ണം ആണ് വാക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ ആൻ ചേർക്കും. ഇവിടെ ഓറഞ്ചിന്റെ കാര്യത്തിൽ അങ്ങനെയാ വന്നേക്കണത്. ഓ, എ, ഇ, ഐ, ഒ, യുവിന്റെ അകത്ത് വന്നിട്ടുണ്ട്. വവൽ സൗണ്ടിലാണ് വാക്ക് ആരംഭിച്ചിരിക്കുന്നത്. സോ നമ്മൾ ആൻ ചേർത്തു. വവൽ സൗണ്ട് അല്ലാത്ത വാക്കുകളിലൂടെയാണ് പോകുന്നതെങ്കിൽ നമ്മൾ എ ചേർക്കും. എന്നാൽ എല്ലായ്പ്പോഴും ഇത് നമുക്ക് ശരിയായി വരണമെന്നില്ല ഈ മെത്തേഡ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ പുതിയ രീതി ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് 2-3 വാക്കുകൾ നോക്കാം. ഡാഷ് കാർ, അടുത്തത് ഡാഷ് ആപ്പിൾ, ഇനി ഒരു വാക്ക് ഡാഷ് MP, മറ്റൊരു വാക്ക് ഡാഷ് യൂറോപ്യൻ. ഇതിലേക്ക് നമ്മൾ എയും ആനും ചേർക്കുമ്പോൾ ഒന്നാമത്തത് എടുത്തേ ഡാഷ് കാർ, നമുക്ക് പെട്ടെന്ന് എ കാർ എന്ന് ചേർക്കാൻ തോന്നും നമ്മൾ പഠിച്ച സിസ്റ്റം അനുസരിച്ച്. രണ്ടാമത്തത് ആപ്പിളിന് മുൻപിൽ നമ്മൾ ആൻ ചേർക്കും. മൂന്നാമത് വന്നിരിക്കുന്നത് MP, എം വവൽ സൗണ്ട് അല്ല എന്ന ഫീൽ ഉള്ളത് കൊണ്ട് നമ്മൾ അവിടെ എ ചേർത്ത് കൊടുക്കും. അടുത്തത് യൂറോപ്യൻ, ഇയും യുവും സ്വരാക്ഷരത്തിൽ വവൽ സൗണ്ടിൽ തുടങ്ങുന്നതുകൊണ്ട് ഉറപ്പായിട്ടും നമുക്ക് ആൻ ചേർക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകും. ഓക്കെ, ഇനി ഇതിന്റെ ഉത്തരങ്ങൾ നോക്കുമ്പോൾ ആദ്യത്തെ എ കാർ ശരിയാണ്, അതുപോലെ ആൻ ആപ്പിൾ ശരിയാണ്. പക്ഷെ MP തെറ്റിപ്പോയി, ആൻ യൂറോപ്യനും തെറ്റാണ്. ഇനി ഈ തെറ്റിയത് എങ്ങനെ എന്ന് നമ്മളൊന്ന് കറക്റ്റ് ചെയ്യാം കേട്ടോ. ഇതിന് 2-3 കാര്യങ്ങൾ നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. അതിൽ ഒന്നാമത്തത് ഈ കാർ, ഡാഷിന്റെ പുറകിലുള്ള കാർ എന്ന വാക്കുണ്ടല്ലോ, ആ വാക്കിനെ, അതായത് ഡാഷിന്റെ പിന്നിലുള്ള വാക്കിനെ നമ്മൾ നമ്മളുടെ മാതൃഭാഷയിലേക്ക്, ഏതാണോ നമ്മുടെ ഭാഷ അതിലേക്ക് മാറ്റാം. നമ്മുടെ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് മലയാളം ആയതുകൊണ്ട് നമ്മൾ മലയാളത്തിലേക്ക് മാറ്റുന്നു. സോ ഫസ്റ്റ് തിങ്, കാർ എന്ന ഈ വാക്കിനെ നമ്മൾ മലയാളീകരിക്കുന്നു. കാർ എന്ന് മലയാളത്തിൽ അതുപോലെ എഴുതുന്നു. അതിനുശേഷം നമ്മൾ ഈ കാറിന്റെ ആദ്യത്തെ അക്ഷരം ക എന്ന് പറയുന്ന അക്ഷരം മാത്രം റൗണ്ട് ചെയ്യും നമ്മുടെ മനസ്സിൽ, ആൻസർ പേപ്പറിലല്ല കേട്ടോ. ഇനി ഈ ക എന്ന് പറയുന്ന അക്ഷരം നമ്മുടെ മാതൃഭാഷയിലെ സ്വരാക്ഷരങ്ങളിൽ, മാതൃഭാഷയിലെ സ്വരാക്ഷരം ആ മുതൽ അം വരെയുള്ളത്, ആ ഇ എന്ന് പറഞ്ഞു പോകുന്ന അക്ഷരങ്ങളിൽ ഉണ്ട് എങ്കിൽ ആൻ ചേർക്കുക, ഇല്ല എങ്കിൽ എ ചേർക്കുക. നോക്കൂ, ക എന്ന് പറയുന്ന അക്ഷരം ആ മുതൽ അം വരെയുള്ള അക്ഷരത്തിന്റെ അകത്തുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചേർക്കണം? എ ചേർക്കണം. ഉത്തരം ശരിയാണ്. രണ്ടാമത്തെ നോക്കൂ, മലയാളീകരിക്കുമ്പോ ആപ്പിൾ എന്നാണ് കിട്ടുന്നത്. ആ ആപ്പിളിന്റെ ആദ്യത്തെ അക്ഷരം റൗണ്ട് ചെയ്ത് നോക്കിക്കേ, ആപ്പിൾ കണ്ടോ, ആ പറഞ്ഞു പോകുമ്പോ അതിൻ്റെ അകത്തുണ്ട്. സോ സ്വരാക്ഷരമാണ് മലയാളത്തിലെ, നമ്മൾ എന്ത് ചേർത്തു? ആൻ ചേർത്തു. ഇനി തെറ്റിപ്പോയ വാക്കിലേക്ക് വന്നേ. നമ്മൾ MP മലയാളത്തിൽ എഴുതുമ്പോൾ ആദ്യം MP എന്ന് വരുന്നു. ഇനി അതിന്റെ ഫസ്റ്റ് സൗണ്ട് എടുത്തേ നമ്മൾ എ.
സ്വരാക്ഷരത്തിലില്ലേ ആ മുതൽ അം വരെ പറഞ്ഞു പോകുമ്പോൾ അതിൻ്റെ അകത്ത് എ ഇല്ലേ? ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ ചേർക്കേണ്ടത് എന്താ? ആൻ. നമ്മൾ ആദ്യം ചേർത്ത എ തെറ്റായിരുന്നു. ഏതാണ് ശരി? ആൻ. ഇനി അടുത്തത് നോക്കിക്കേ, യൂറോപ്യൻ. നമ്മൾ മലയാളീകരിക്കുക. അപ്പൊ ആദ്യം വരുന്ന സൗണ്ട് ശ്രദ്ധിച്ചേ, യാ. മലയാളത്തിലെ സ്വരാക്ഷരത്തിൽ യാ ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് അവിടെ എന്താ ശരിക്കും വരേണ്ട ആൻസർ? എ ആണ്. അപ്പോ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. എ ആൻ ചേർക്കേണ്ട സമയത്ത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അഥവാ ഡാഷിന് പിന്നിലുള്ള വാക്ക് നിങ്ങളുടെ മാതൃഭാഷയിലേക്ക് മാറ്റുക. രണ്ടാമത്തത്, മാതൃഭാഷയിലേക്ക് മാറ്റിയ വാക്കിന്റെ ആദ്യത്തെ ശബ്ദം എടുക്കുക. ലാസ്റ്റ് തിങ്, ആ ശബ്ദം നമ്മുടെ മാതൃഭാഷയിലെ സ്വരാക്ഷരങ്ങളിൽ ആ മുതൽ അം വരെയുള്ള അക്ഷരങ്ങളിൽ ഉണ്ട് എങ്കിൽ ആൻ ചേർക്കുക, ഇല്ല എങ്കിൽ എ ചേർക്കുക. ഇനി നമുക്ക് യാതൊരുവിധ പരിഭ്രമവും കൂടാതെ എ ആൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഇതുപോലെ കൃത്യമായി ചെയ്യാം. In this class, now we discuss about joint stock company. കൂട്ടുടമസ്ഥ കമ്പനികൾ. അപ്പോൾ അതിനു മുമ്പ് എന്താണ് കമ്പനി എന്ന് മനസ്സിലാക്കണം. എന്താണ് കമ്പനി? A company formed and registered under Companies Act 1956 is also called joint stock company. ഏത് കമ്പനിയാണോ 1956 കമ്പനീസ് ആക്ട് പ്രകാരം ഫോം ചെയ്തിരിക്കുന്നത് അത്തരം കമ്പനികളെ നമ്മൾ എന്ത് പറയുന്നു? ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് എന്ന് പറയുന്നത്. For registration, company should submit two important documents to the registrar, namely Memorandum of Association and Articles of Association. Memorandum of Association is a charter of the company. ഒരു കമ്പനിയുടെ രൂപരേഖ. ഒരു കമ്പനി എന്താണ്, ഏത് പേരിലാണ് അറിയപ്പെടുന്നത്, എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ക്യാപിറ്റൽ എത്രയാണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് 6 വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്ത് തയ്യാറാക്കാറുള്ളത്? മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ തയ്യാറാക്കാറുള്ളത്. രണ്ടാമത്തെ ഡോക്യുമെന്റ് ആണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഈസ് ദ ബൈലോ ഓഫ് ദി കമ്പനി. ബൈലോ, നിയമാവലി. ഇറ്റ് ഇൻക്ലൂഡ്സ് ദി റൂൾസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ഓപ്പറേഷൻസ് ഓഫ് ദി ബിസിനസ്. ഒരു ബിസിനസിന്റെ പ്രവർത്തനങ്ങൾ ഏത് നിയമങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കേണ്ടത്, ഏതൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് എന്തെല്ലാം നിയമങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്, അതെല്ലാം ഏതിൽ വരുന്നുണ്ട്? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ വരുന്നുണ്ട്. ഈ 2 ഡോക്യുമെന്റുകളും സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ദി രജിസ്ട്രാർ പ്രൊവൈഡ് എ സർട്ടിഫിക്കറ്റ് ടു ദി കമ്പനി, നെയ്മലി സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അഫ്കോഴ്സ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാലേ, ഒരു സ്ഥലത്തിൽ നിന്ന് വേറൊരു സ്ഥലത്തിലേക്കോ, ഒരാളിൽ നിന്ന് വേറൊരാളിലേക്കോ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ നിന്ന് വേറൊരു ഗ്രൂപ്പിലേക്കോ നമുക്ക് പറയാനുള്ള ഇൻഫോർമേഷൻസ് നമ്മൾ പറയുന്നതിനെയാണ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ട്രാൻസ്ഫറിങ് ഓഫ് ഐഡിയാസ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് 2 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് വേണ്ടത്. ആദ്യത്തേതെന്ന് പറയുന്നത് സെൻറ്ററാണ്. ഒരാൾ ഒരു കാര്യം പറയാനുണ്ടെങ്കിലാണ് അത് കേൾക്കാൻ മറ്റൊരാളുണ്ടാകും. അപ്പോൾ ആ പറയുന്ന ആളെയാണ് നമ്മൾ സെൻറ്റർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് റിസീവറാണ്. പറയുന്നയാൾ കേൾക്കുമ്പോഴാണ് അത് ഒരു കംപ്ലീറ്റ് കമ്മ്യൂണിക്കേഷൻ റൗണ്ടായി മാറുള്ളൂ. ഇപ്പോൾ സെൻറ്റർ ഞാനാണ്, കാരണം ഞാൻ പറയുന്ന കാര്യങ്ങളാണ് റിസീവറായി നിങ്ങൾ കേൾക്കുന്നത്. ദിസ് ഈസ് ദി ഡെഫിനിഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. മലയാള ഭാഷയുടെ പിതാവ് എന്ന സ്ഥാനം നാം നൽകിയിരിക്കുന്നത് അദ്ദേഹത്തിനാണ്. മലയാള ഭാഷാ പിതാവ് എന്ന സ്ഥാനം മാത്രമല്ല, കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ്, ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നൊക്കെ അദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. പ്രാചീന കവിത്രയമായിട്ട് അറിയപ്പെടുന്നത് ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാർ, എഴുത്തച്ഛൻ ഇവരാണ്. ഇവരുടെ കാലമെന്ന് പരിശോധിച്ചാൽ ചെറുശ്ശേരി 15-ാം നൂറ്റാണ്ടിലും എഴുത്തച്ഛൻ 16-ാം നൂറ്റാണ്ടിലും കുഞ്ചൻ നമ്പ്യാർ 18-ാം നൂറ്റാണ്ടിലുമാണ് ജീവിച്ചിരുന്നത്. ഇവിടെ ഒരു ചോദ്യം പ്രസക്തമാകുന്നുണ്ട്. 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ചെറുശ്ശേരിക്ക് മലയാള ഭാഷയുടെ പിതാവ് എന്ന സ്ഥാനം നൽകാതെ എന്തുകൊണ്ടായിരിക്കാം 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന എഴുത്തച്ഛൻ ആ സ്ഥാനം നൽകിയത്? അതിന് കാരണമായിട്ട് പറയുന്നത് ചെറുശ്ശേരിയുടെ ഭാഷ സ്ത്രൈണമായിരുന്നു,
എഴുത്തച്ഛൻ്റേത് പൗരുഷമുള്ള ഭാഷയായിരുന്നു എന്നാണ്. സ്ത്രൈണം എന്നാൽ സ്ത്രീയുടെ ഭാവമാണ്. സ്നേഹം, വാത്സല്യം, ലാളിത്യം, ഈ ഗുണങ്ങളൊക്കെ സ്ത്രീയുടേതായിട്ടാണ് പറയപ്പെടുന്നത്. ചെറുശ്ശേരിയുടെ ഭാഷ ലളിതമായിരുന്നു. എഴുത്തച്ഛൻ്റേത് ഗംഭീരമായ പൗരുഷമുള്ള ഭാഷയായിരുന്നു. ആ ഒരു കാരണമാണ് പലരും ഇതിന് ചൂണ്ടിക്കാണിക്കുന്നത്. എഴുത്തച്ഛൻ്റെ ഭാഷാശൈലിയെക്കുറിച്ച് പറയുമ്പോൾ ഭാഷ ഏറി വരുന്ന മണിപ്രവാളം എന്നാണ് അത് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഭാഷയ്ക്ക് കൂടുതൽ പ്രാധാന്യമുള്ള മണിപ്രവാളമാണ് എഴുത്തച്ഛൻ്റെ ഭാഷയിലുള്ളത്, എഴുത്തച്ഛൻ്റെ കൃതികളിലുള്ളത് എന്ന് പറയുന്നു. എന്താണ് മണിപ്രവാളം? ഭാഷയും സംസ്കൃതവും കൂടി ചേർന്നതാണ് മണിപ്രവാളം. ഭാഷ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉപയോഗിച്ചിരുന്ന, വളരെ കാലങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ചിരുന്ന ഭാഷ, അത് ശുദ്ധമായ മലയാളമായിരുന്നില്ല. പിൽക്കാലത്ത് ഇവിടെ എത്തിയ ബ്രാഹ്മണർ അവരുപയോഗിച്ചിരുന്ന സംസ്കൃതവും ഇവിടെ ഉണ്ടായിരുന്ന ആ കേരള ഭാഷയും കൂട്ടിച്ചേർത്ത് മണിപ്രവാളം എന്നൊരു ഭാഷ ഉണ്ടാക്കുകയായിരുന്നു. അതിലാണ് അവർ കാവ്യങ്ങളെല്ലാം തന്നെ രചിച്ചത്. അപ്പോൾ ഇവിടുത്തെ ഭാഷ എന്തായിരുന്നു? ആദ്യത്തെ കാവ്യമായിട്ട് അറിയപ്പെടുന്നത് രാമചരിതമാണ്. ശ്രീരാമ കവി എഴുതിയ രാമചരിതം. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കാനനം കളിലരൻ കളിറുമായി കരുണിയായി കാർന്നടും കണ്ണുമ തമ്മിൽ വിളയാടി നടൻ്റെ ആനനം വടിവുള്ള ആനവടിവായി അവതരിത്താതിയെ അത് തുടങ്ങുന്നത്. അതായിരുന്നു അന്നത്തെ ഭാഷ. അതായിരുന്നു ആ ഭാഷയ്ക്ക് കാലങ്ങളിലൂടെ വ്യത്യാസം വന്ന് പിന്നീട് മണിപ്രവാളം എത്തി. മണിപ്രവാളത്തിന് ശേഷം ധാരാളം കവികൾ പച്ചമലയാള പ്രസ്ഥാനവുമായിട്ടെത്തി. വെൺമണി കവികളും മറ്റും പച്ചമലയാള പ്രസ്ഥാനത്തിന് ഇവിടെ പ്രാധാന്യം നൽകിയവരാണ്. ശുദ്ധമായ മലയാളത്തിലെ കാവ്യം രചിക്കാവൂ എന്ന തീരുമാനമെടുത്തു. അച്ചീചരിതങ്ങൾ എന്ന പേരിൽ അന്നത്തെ ആ കവിതകളൊക്കെ കൃതികളൊക്കെ അറിയപ്പെടുന്നുണ്ട്. പിന്നീട് ചെറുശ്ശേരിയുടെ കാലമായി. എഴുത്തച്ഛൻ്റെ കാലഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ എഴുത്തച്ഛനിലേക്ക് അതെത്തുമ്പോൾ പ്രൗഢമായ, ഗാംഭീര്യമുള്ള, പൗരുഷമുള്ള മലയാള പദങ്ങളാണ് അതിൽ ഉപയോഗിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് എഴുത്തച്ഛനെ മലയാള ഭാഷയുടെ പിതാവായിട്ട് നമ്മൾ സ്വീകരിച്ചു പോരുന്നത്. ഹലോ, നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന സബ്ജക്റ്റാണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ്. എന്താണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ് അഥവാ പങ്കാളിത്ത ബിസിനസ്? പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറഞ്ഞാൽ രണ്ടോ അതിൽ അധികമോ വ്യക്തികൾ ചേർന്ന് നടത്തുന്ന ബിസിനസ്സിനെയാണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ് നടത്തുന്ന വ്യക്തികളെയാണ് നമ്മൾ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. ഈ പാർട്ട്നേഴ്സിനെ നമുക്ക് ഒരുമിച്ച് നിർത്തിയാൽ ഫേം എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്. ഒന്ന്, മിനിമം 2 പേരെങ്കിലും വേണം ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങാനായിട്ട്. ഇനി ഈ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ എഗ്രിമെന്റ് എന്ന ഒരു ടേം ഓപ്ഷണൽ ആണ്. അതായത് നമ്മൾ കരാറുണ്ടാക്കി വേണം ഈ ബിസിനസ് നടത്തണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പക്ഷേ പിന്നീടുള്ള തർക്കങ്ങൾ, ഭാവിയിൽ വരാവുന്ന തർക്കങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഒരു പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഇൻവോൾവ് ആകുന്ന പാർട്ട്നേഴ്സിന് അവർ നേരത്തെ തീരുമാനിച്ച പോലെ ലാഭമായാലും നഷ്ടമായാലും ഒരു കൃത്യമായിട്ടുള്ള ശതമാനത്തിൽ അവർ വീതിച്ച് എടുക്കും. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസിന്റെ പ്രത്യേകതകൾ. ഇനി നമുക്ക് എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് നോക്കാം, അഥവാ ആർട്ടിക്കിൾസ് ഓഫ് പാർട്ട്ണർഷിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഴുതി വെച്ചിട്ടുള്ള ഡോക്യുമെന്റിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് അഥവാ ആർട്ടിക്കിൾസ് ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അതായത് ദ ഡോക്യുമെന്റ് വിച്ച് കണ്ടെയ്ൻസ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് എ പാർട്ട്ണർഷിപ്പ് ബിസിനസ്. ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിനകത്ത് എന്തൊക്കെ കണ്ടന്റുകളാണ് ഉള്ളത്? നമുക്ക് അറിയുന്ന പോലെ തന്നെയാണ്
ഇതിൽ പാർട്ട്നേഴ്സ് ആരൊക്കെയാണോ അവരുടെ പേരും അഡ്രസ്സും, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ഓൾ ദി പാർട്ട്നേഴ്സ്. ഇനി നെയിം ഓഫ് ദ ബിസിനസ്, എന്താണോ ഈ ബിസിനസിന്റെ പേര് അത് അതിനകത്ത് ഉണ്ടായിരിക്കും. പ്ലേസ് ഓഫ് ബിസിനസ്, ഈ ബിസിനസ് എവിടെയാണോ നിലനിൽക്കുന്നത് അതും അവിടെ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ അഡ്രസ് ഓഫ് ദ ബിസിനസ്. ഇനി എന്തൊക്കെ ബാങ്ക് അക്കൗണ്ടുകളാണോ ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അതെല്ലാം പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പാർട്ട്നേഴ്സിന് എത്ര ശതമാനം ലാഭമായാലും നഷ്ടമായാലും നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ ഒരു പെർസെൻറ്റേജ് വീതിച്ചു കൊടുക്കുമെന്ന്. അത് എത്ര പെർസെൻറ്റേജ് ആണ് അവർ വീതിച്ചെടുക്കുന്നതെന്നുള്ളത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആ പാർട്ട്ണർഷിപ്പ് ഡീഡിനകത്ത് പറഞ്ഞിട്ടുണ്ടാകും. എന്നു മുതലാണ് ഈ ബിസിനസ് തുടങ്ങിയത്, അതായത് ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ്, അതും ആ പാർട്ട്ണർഷിപ്പ് ഡീഡിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും. ഡീവിയന്റ് ബിഹേവിയർ സോഷ്യോളജിയിലെ അഥവാ സാമൂഹിക ശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനമെന്ന് കരുതുന്ന ഒരു വിഷയമാണ് ഡീവിയന്റ് ബിഹേവിയർ എന്നത്. സമൂഹത്തിന്റെ നിയമങ്ങളും അഥവാ സാമൂഹിക മാനദണ്ഡങ്ങളും സമൂഹത്തിന്റെ രീതികളും അനുസരിക്കാതെ അതിൽ നിന്ന് മാറിപ്പോകുന്ന ആ വ്യക്തികളെയാണ് അല്ലെങ്കിൽ വ്യക്തികളുടെ സ്വഭാവത്തിനെയാണ് ഡീവിയന്റ് ബിഹേവിയർ അഥവാ വ്യതിചലിക്കുന്ന സ്വഭാവം എന്ന് പറയുന്നത്. ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? തീർച്ചയായിട്ടും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒരു കാരണമാണ്. 2, അവരുടെ സാമൂഹിക പശ്ചാത്തലം മറ്റൊന്നാണ്. 3, ഗവൺമെന്റിന്റെ പല രീതികളും ഒരു കാരണമാണ്. ഇങ്ങനെ ഉള്ള കാരണങ്ങൾ കൊണ്ടെല്ലാം തീർച്ചയായിട്ടും ഈ ഒരു സ്വഭാവ സവിശേഷത്തിലേക്ക് വ്യക്തികൾ പോകാം. ഈ ഒരു സ്വഭാവത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങൾ മുതൽ, അതായത് മോഷണം മുതൽ വലിയ കൊലപാതകങ്ങൾ വരെ ഈ ഒരു സ്വഭാവത്തിൽ പെടുന്നവയാണ്. ഇത് എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളത് കൂടി സാമൂഹിക ചിന്തകങ്ങൾ അഥവാ സോഷ്യൽ സയൻസുകൾ വളരെ ഗൗരവമായ രീതിയിൽ തന്നെ ഗവേഷണം നടത്തുന്നുണ്ട്. അതിന് ആദ്യം വേണ്ടത് സാമൂഹിക അവബോധം തന്നെയാണ്. മറ്റൊന്ന്, ഇത് തുടങ്ങുന്ന അല്ലെങ്കിൽ ഈ ഒരു സ്വഭാവം നമ്മൾ ആദ്യമേ പറഞ്ഞു, ഈ സ്വഭാവത്തിന്റെ കാരണങ്ങളിൽ ആദ്യമേ പറഞ്ഞത് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ്. അപ്പോൾ കുട്ടികൾക്ക് ആദ്യമേ തന്നെ ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ സാമൂഹിക നിയമങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്നതിനെ കുറിച്ചെല്ലാം വീട്ടിൽ നിന്ന് തന്നെ, കുടുംബങ്ങളിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് അതിനുള്ള പരിശീലനം നൽകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സാമൂഹിക അവബോധം അല്ലെങ്കിൽ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ള കൃത്യമായ ഒരു ദിശ അല്ലെങ്കിൽ കൃത്യമായ ഒരു അവബോധം ലഭിക്കുകയാണെങ്കിൽ മാത്രമാണ് വ്യക്തികൾക്ക് ഈ ഒരു സ്വഭാവ രീതികൾ മാറ്റിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്നതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. സോഷ്യൽ ഡീവിയൻസ് എന്നത് ഇന്നത്തെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് ഈ ഒരു സമീപകാലത്ത് വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. എന്താണ് ലാംഗ്വേജ് ഫാമിലി എന്ന ടോപ്പിക്കാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ലോകത്ത് സംസാരിക്കുന്ന ഭാഷകൾ നിരവധിയാണ്. കുറച്ചധികം ലിംഗ്വിസ്റ്റുകൾ ഭാഷയുടെ പരിണാമത്തെയും അതിന്റെ ഉത്ഭവത്തെയും കുറിച്ച് റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഭാഷയുടെ അവിടെ കോമൺ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പൊതു സ്വഭാവങ്ങളെയും അവയുടെ പരിണാമത്തെയും അടിസ്ഥാനപ്പെടുത്തി ഓരോ ഭാഷകളെയും ഓരോ ഫാമിലീസ് അല്ലെങ്കിൽ കുടുംബങ്ങളിലാക്കി തരംതിരിച്ചു. ഭാഷകൾക്കെല്ലാം, ഈ കുടുംബങ്ങളായി തിരിച്ച ഭാഷകളെല്ലാം ഒരു സിംഗിൾ ആൻസെസ്ട്രിൽ നിന്നോ ഒരു സിംഗിൾ ലാംഗ്വേജിൽ നിന്നോ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളതാണ് എന്നാണ് ഇവർ പറയാം. ലാംഗ്വേജ് ഫാമിലിക്ക് ഉദാഹരണമാണ് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലി എന്ന് പറയുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലാംഗ്വേജ് ഫാമിലിയാണ് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലി. ജീസസ് ക്രൈസ്റ്റിന് 3000 വർഷം മുമ്പ് ഏഷ്യയിൽ എക്സിസ്റ്റ് ചെയ്തിരുന്നതാണ് ഇത്. നോർത്ത് ഇന്ത്യയിലും യൂറോപ്പിലും സംസാരിക്കുന്ന മിക്ക ലാംഗ്വേജസും ഈ ഫാമിലിയിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. എന്തിനാ, നമ്മൾ സംസാരിക്കുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് പോലും ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. സൈനോ ടിബറ്റൻ ഓർ ഇൻഡോ ചൈനീസ്, ആഫ്രോ ഏഷ്യാറ്റിക്, അതുപോലെ ഓസ്ട്രോ ഏഷ്യാറ്റിക് ലാംഗ്വേജ് ഫാമിലി, ഇതൊക്കെ ലാംഗ്വേജ് ഫാമിലികൾക്ക് ഉദാഹരണമാണ്. ഇതാണ് ലാംഗ്വേജ് ഫാമിലി എന്ന് പറയുന്നത്. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എൻവയോൺമെന്റ് പൊല്യൂഷൻ അഥവാ പരിസ്ഥിതി മലിനീകരണം. ആദ്യം തന്നെ നമുക്ക് ഈ ടോപ്പിക്കിനെ രണ്ടായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് സെപ്പറേറ്റ് ഒന്ന് ഡിഫൈൻ ചെയ്യാം. ഫസ്റ്റ് എൻവയോൺമെന്റ്. എന്താണ് നമ്മുടെ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് അഥവാ പരിസ്ഥിതി എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മുടെ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ലിവിങ് ഓർഗാനിസവും നോൺ ലിവിങ് ഓർഗാനിസവും കൂടി ചേർന്ന് മാത്രമേ ഒന്നാണ്. ലിവിങ് ഓർഗാനിസത്തിൽ എന്തൊക്കെ വരുന്നു? ഹ്യൂമൻ ബീങ്സ്, പിന്നെ പ്ലാന്റ്സ്, മറ്റൊന്ന് ആനിമൽസ്, പിന്നെ മൈക്രോ ഓർഗാനിസം. ഇനി നോൺ ലിവിങ്സിലോ അതിലേതൊക്കെയാണ് വരുന്നത്? എയർ, വാട്ടർ,
സോയില്, വിൻഡ്, അങ്ങനെ കുറച്ച് ഘടകങ്ങൾ നോൺ ലിവിങ് ഓർഗാനിസത്തിലും വരുന്നുണ്ട്. അപ്പോൾ ജീവനുള്ളവയും ജീവൻ ഇല്ലാത്തവയും എല്ലാം ഒത്തുചേർന്ന് കാണപ്പെടുന്ന ഒന്നാണ് നമ്മുടെ എൻവിയോൺമെന്റ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടിനെയാണ് എൻവിയോൺമെന്റ് അഥവാ പരിസ്ഥിതി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. പൊല്യൂഷൻ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമുക്കറിയാം മലിനീകരണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജീവനുള്ളവയ്ക്ക് ഭൂമിയിൽ നിലനിന്നു പോകാൻ ചില ഘടകങ്ങൾ അത്യന്താപേക്ഷിതമാണ്. അതിലൊന്നാണ് വായു, മറ്റൊന്ന് ജലം. വിവിധങ്ങളായ കാരണത്താൽ ഇവ നമുക്ക് ഉപയോഗിക്കാൻ കഴിയാതെ വരുന്നു, അല്ലെങ്കിൽ ഹാനികരമായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നു. അവിടെയാണ് മലിനീകരണം എന്ന പ്രോസസ്സ് വരുന്നത്. ഇനി എന്തൊക്കെയാണ് മലിനീകരണത്തിന്റെ കാരണങ്ങൾ? വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ, നഗരവൽക്കരണം, വ്യാവസായികവൽക്കരണം, ഇതൊക്കെ മലിനീകരണത്തിന്റെ അളവ് നമ്മുടെ എൻവയോൺമെന്റിൽ കൂട്ടുന്ന പ്രോസസ്സുകളാണ്. നമ്മുടെ എൻവയോൺമെന്റ് പൊല്യൂഷനെ 5ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് വാട്ടർ പൊല്യൂഷൻ, മറ്റൊന്ന് എയർ പൊല്യൂഷൻ, പിന്നെ സോയിൽ പൊല്യൂഷൻ, തെർമൽ പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഒരു രാഷ്ട്രത്തിൻ്റെ പ്രധാനപ്പെട്ട 4 ഘടകങ്ങളെക്കുറിച്ചാണ്. ദി 4 എലമെൻറ്റ്സ് ഓഫ് എ സ്റ്റേറ്റ്. അതിലൊന്നാണ് ജനസംഖ്യ അഥവാ പോപ്പുലേഷൻ. രണ്ടാമത്തെ ഘടകം ഗവൺമെൻറ് അഥവാ ഭരണകൂടം. മൂന്നാമത്തെ ഘടകമാണ് സോവറൈനിറ്റി അഥവാ പരമാധികാരം. നാലാമത്തെ ഘടകമാണ് ടെറിട്ടറി അഥവാ അതിരുകൾ. ഇനി നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം. പോപ്പുലേഷൻ അഥവാ ജനസംഖ്യ. ഒരു രാഷ്ട്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് ആ രാജ്യത്തിലെ ജനസംഖ്യ. ഒരു രാഷ്ട്രം നിലനിൽക്കുന്നത് തന്നെ ആ രാജ്യത്തെ ജനസംഖ്യ കൊണ്ടാണ്. ഓക്കെ, ഇപ്പോൾ ഒരു രാജ്യത്ത് എന്തുമാത്രം ജനങ്ങൾ ഉണ്ടാകണം എന്നതിനെക്കുറിച്ച് രാഷ്ട്രീയ ചിന്തകന്മാരുടെ ഇടയിൽ തന്നെ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പിതാവെന്ന് വിശേഷിക്കപ്പെടുന്ന അരിസ്റ്റോട്ടിലിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നത് ഒരു രാഷ്ട്രത്തിലെ ജനസംഖ്യ ആ രാഷ്ട്രം എന്തൊക്കെ വിഭവങ്ങളാണോ ഉൽപ്പാദിപ്പിക്കുന്നത് ആ വിഭവങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ജനസംഖ്യ ഉണ്ടായിരിക്കണം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് വളരെ സുപരിചിതമായി നമ്മൾ കേട്ട് ശീലിച്ചിട്ടുള്ള ഒരു വിഷയം, സാമ്രാജ്യത്വം, ഇംപീരിയലിസം എന്ന് പറയുന്ന വിഷയമാണ്. ഈ വാക്ക് നമ്മുടെ മനസ്സിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ചോദ്യ പേപ്പറിലേക്ക് വരുമ്പോൾ ആദ്യം കയറി വരുന്ന ചോദ്യം എന്താണ് സാമ്രാജ്യത്വം എന്നുള്ളത്, വാട്ട് ഈസ് ഇംപീരിയലിസം എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിന് നമുക്ക് ആദ്യം ഉത്തരം കണ്ടെത്താം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, ഒരു രാജ്യം, ഈ രാജ്യത്തിന് 4 ഭാഗത്തും അതിരുകളുണ്ട്, ബൗണ്ടറീസ് ഉണ്ട്. ആ രാജ്യം നിലനിൽക്കേണ്ടതും കാര്യങ്ങൾ നടത്തേണ്ടതും ഈ അതിരിനുള്ളിലാണ്, ഈ 4 ചുവരുകൾക്കുള്ളിൽ, 4 അതിർത്തികൾക്കുള്ളിലാണ്. എന്നാൽ ഈ രാജ്യം എന്തു ചെയ്യുന്നു? ഈ അതിർത്തികൾക്ക് പുറത്തുള്ള പ്രദേശങ്ങളിലേക്ക് പോകുന്നു. എന്നിട്ട് ആ പ്രദേശങ്ങളെ ഭരണപരമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും നിയന്ത്രിക്കുന്നു. ഈ പ്രക്രിയയാണ് സാമ്രാജ്യത്വം എന്ന് പറയുന്നത്. അപ്പോ സാമ്രാജ്യത്തിന്റെ നിർവചനം ഇങ്ങനെ വരുന്നു: ഒരു രാജ്യം അതിൻ്റെ അതിരുകൾക്കപ്പുറത്തുള്ള പ്രദേശങ്ങളിൽ രാഷ്ട്രീയമായോ ഭരണപരമായോ സാമ്പത്തികമായോ നിയന്ത്രണം ചെലുത്തുന്നതിനെയാണ് സാമ്രാജ്യത്വം എന്ന് പറയുന്നത്. സാമ്രാജ്യത്വം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി എന്താണ് ഇതിൻ്റെ ഒരു കുഴപ്പം? മൊത്തത്തിലുള്ള ഒരു ചൂഷണമാണ്. കുറച്ച് വമ്പൻ രാജ്യങ്ങളായിരിക്കും ഈ സാമ്രാജ്യത്വ മോഹങ്ങളുമായിട്ട് പോകുന്നത്. അപ്പോ കീഴ്പ്പെട്ട് നിൽക്കുന്ന രാജ്യങ്ങൾ കുറച്ച് ദുർബല രാജ്യങ്ങളായിരിക്കും.
അവിടെയുള്ള സമ്പത്തും വിഭവങ്ങളും ഒക്കെ ഇവര് ചോർത്തിക്കൊണ്ടുപോകും. ഇതാണ് സാമ്രാജ്യത്തിന്റെ ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത്. സാമ്രാജ്യത്വം എന്ന് പറയുന്ന പ്രക്രിയ ഉണ്ടാകാൻ ചില കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത്, ചില സാഹസിക യാത്രികന്മാര് അന്നത്തെ കാലത്ത് പായ്ക്കപ്പലും സംവിധാനങ്ങളും ഉപയോഗിച്ച് വിവിധങ്ങളായ പ്രദേശങ്ങളിലേക്ക് ചെല്ലുന്നു. അവിടുത്തെ സമ്പദ് സമൃദ്ധി മനസ്സിലാക്കുന്നു. ആ വിവരങ്ങൾ ലോകത്തിന് പറഞ്ഞു കൊടുക്കുന്നു. ഈ ഒരു ആകർഷണീയത സാമ്രാജ്യത്വത്തിന് കാരണമായിട്ടുണ്ട്. അതാണ് തുടക്കം. എന്നാൽ വ്യാവസായിക വിപ്ലവവും മെക്കനൈസേഷനും വിദ്യുശക്തിയുടെ കണ്ടുപിടുത്തവും വൻതോതിലുള്ള കച്ചവടവും ഒക്കെയാണ് ഈ തരത്തിൽ രാജ്യങ്ങളെ പ്രേരിപ്പിച്ച് സാമ്രാജ്യത്വ പ്രക്രിയയിലേക്ക് വിട്ടത്. ഇപ്പൊ സാമ്രാജ്യത്വത്തിന്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. പിന്നീട് അത് വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, വലിയ യുദ്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് തുടർന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം.